ഈ നൊമ്പരം കളയും നാരദി എന്ന് പറഞ്ഞിട്ട് സംഗീത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറാണ് അമൃതയിലെ വിന്നർ ആയിട്ടുള്ള ഒരു സിംഗറാണ് അത് പാടിയത്. അപ്പൊ വേറൊരു പാട്ട് പാടാനായിരുന്നു പുള്ളിനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ പുള്ളിയുടെ വോയിസ് ചിലപ്പോ അതിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടില് താങ്കളാണ് ചേർത്ത് പിടിച്ച് ഈ ഒരു മ്യൂസിക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു സമയത്തെ ആ ഈ ഒരു എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിക്കരുത്, എല്ലാരും അത് ഞാൻ എല്ലാ കാലത്തും ചിന്തിക്കാറുള്ള. നമ്മുടെ മനസ്സ് പലരും വിഷമിപ്പിക്കാറുണ്ട്, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കാര്യം, ഈ സംബഡി ഈസ് ഗോയിങ് ടു ബി അഫക്റ്റഡ് ബൈ സംതിങ്, അത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഇതിന് കാര്യമില്ലല്ലോ. ഒരാളൊരു കുറെ സ്വപ്നങ്ങളായിട്ട് സിനിമയിലേക്ക് വരുന്നു, അയാൾക്കൊരു ആദ്യമായിട്ടൊരു അവസരം, ഒരു വലിയൊരു ഒരു റിയാലിറ്റി ഷോ വിക്ടറിക്ക് ശേഷം ഒരു ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദെയർ ലൈഫ്. അത് പാടാൻ വരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു പക്ഷേ ഇത് എടുക്കില്ലായിരിക്കും ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഞാൻ അന്ന് എടുത്ത ഡിസിഷനാണ്. ഞാൻ അവിടെ നിന്നിരുന്ന് അൻവറിനെ ഫോൺ ചെയ്ത് പറഞ്ഞു, അൻവർ ഇങ്ങനൊരു, അപ്പോൾ അൻവർ ഉണ്ടായിരുന്നില്ല അന്ന് റെക്കോർഡിങ്ങിന്. ആ സമയത്ത് വേറെ എവിടെ ഇപ്പം എല്ലാം ഓട്ടമാണ്, പ്രൊഡക്ഷന് വേണ്ടി പ്രീ പ്രൊഡക്ഷനൊക്കെ വേണ്ടി എല്ലാവരും ബിസി പരിപാടികളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ആ നൊമ്പരം കളയും കൂടെ ആ പോർഷനും കൂടെ ഒന്ന് സംഗീതം കൂടെ പാടിക്കട്ടെ. അപ്പോൾ അത് ആദ്യം ശങ്കർജീനെ കൊണ്ട് പാടിക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അൻവർ ഓക്കേടാ നീ പാടിച്ചു നോക്കും, നമുക്ക് എന്ന് നോക്കാമല്ലോ, എന്തായാലും ശങ്കർ മാധവൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പാടി വെച്ചോളൂ, നമുക്ക് എന്തായാലും നത്തിങ് ടു വറി. അപ്പം എൻ്റെ മനസ്സിൽ ഇതൊരു അവസരമാണല്ലോ. അപ്പം ഞാനപ്പോൾ തന്നെ സംഗീതം എടാ പോകാൻ വേണ്ടി റെഡിയായി. അപ്പം എടാ ഒരു 2 ലൈനും കൂടെ പാടാണ്ട്, വേറെ ഇനിയും 2 ലൈൻ, ഞാൻ എടാ വേറെ പാട്ടാണ് നോക്ക്. അങ്ങനെ അപ്പം തന്നെ അവിടെ ആ പുറത്തെ റൂമിലിരുത്തി അത് പഠിപ്പിച്ചു, സ്റ്റുഡിയോയിലോട്ട് കയറി അത് പാടി. പക്ഷെ ഇപ്പോൾ അതാണ് സംഗീതത്തിന് എനിക്ക് തോന്നുന്നു ഇനിയൊരു ഐ എം ഷുവർ ഹി വിൽ ഗെറ്റ് എ ന്യൂ ലൈഫ് വിത്ത് ദിസ് ചോട്ടാ മുംബൈ റിലീസ്. അപ്പൊ അതിന് കാരണം ഈ നൊമ്പരം കളയുന്നത് തന്നെ ആയിരിക്കും. അതൊരു ഡിസിഷൻ ഉൾപ്പെടെ അതൊരു ഇൻറ്റ്യൂഷൻ ആയിരുന്നു. ഐ ഫെൽറ്റ് ഹി സിംഗിങ് വെരി വെൽ. അപ്പൊ ആ ഒരു പോർഷനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ മറ്റേ പാട്ട് കട്ട് ചെയ്താലും അവന് അത്ര സങ്കടം ഉണ്ടാകുമായിരിക്കും, പക്ഷെ സങ്കടത്തിന്റെ റേഞ്ച് ഇത്തിരി കുറയും, അത്രേ ഉള്ളൂ. തമിഴിലൊക്കെ വേറെ ഇന്റർവ്യൂസ് ഉണ്ട്, എല്ലാം കൂടി ഇവിടെ തരാൻ പറ്റും. ഇപ്പൊ തമിഴിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ അനിരുദ്ധൊക്കെ ഉണ്ട്, പുള്ളി ഇപ്പൊ തമിഴ് വിട്ട് വേറൊരു ഭാഷയിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ താങ്കൾ വേറെ ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഇൻക്ലൂസീവ് ആവുന്ന പോലെയുണ്ട് ഒരു മ്യൂസിക് ഫീൽഡ്, ചുരുക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ ഭാഷാപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടോ വേറൊരു ഭാഷയിൽ പോയി ചെയ്യുന്നതിന്? അങ്ങനെയൊന്നുമില്ല, ഇല്ല. ഒരു ലിമിറ്റേഷൻ മ്യൂസിക് ഈസ് ഓൾവേസ് മ്യൂസിക്. നമുക്ക് എപ്പോഴും ഭാഷ പറഞ്ഞു തരാൻ ആളുണ്ടാവും, അല്ല ലിറിക് റൈറ്റർ വിൽ ഓൾവേസ് ബി വിത്ത് യു, അതിനെ ഗൈഡ് ചെയ്യാനും ഒക്കെ. നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമ സ്കോർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, ബിക്കോസ് യു ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഇസ് ഇമോഷൻ. അപ്പൊ നമ്മുടെ ചില ഹ്യൂമറൊന്നും വേറെ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല, നമുക്ക് മാത്രം മനസ്സിലാവുന്ന. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിനിമയുടെ ഇടയിൽ ഒരാൾ പവനായി ശവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെലുങ്കൻ ഇതെന്താണ് ഈ പറയുന്നത്, ഇതെന്തിന് ഇത്രയും പേര് ചിരിക്കുന്നെന്ന് വിചാരിക്കും. ബട്ട് വി നോ വാട്ട് ഇറ്റ് ഈസ്. അതിന് പിന്നിൽ ഒരു കഥയും അതിന്റെ പിന്നിൽ വേറെ കഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ പോപ്പ് കൾച്ചർ റെഫറൻസും ആ ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടില്ല അൺലെസ് ദേ ഹെൽപ്പ് വിത്ത് ദാറ്റ്. അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ്, അല്ലാണ്ട് ലിമിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ പീപ്പിൾ ഓൾവേസ് വാണ്ട് കമ്പോസേഴ്സ് ഹു ക്യാൻ അല്ലെങ്കിൽ ഹു ക്യാൻ ഡീൽ വിത്ത് ദർ ലാംഗ്വേജ്. എസ്പെഷ്യലി തെലുഗു ഒക്കെ അവർ ദേ ആർ വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് ദർ ഭാഷ. ഭാഷയോടെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ലിറിക്സിന്റെ ഒരു ചെറിയ ന്യൂവാൻസ് പോലും മാറാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ മലയാളം വെരി ഫ്ലെക്സിബിൾ ആണ്. കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡയലക്ട്സ് ഉണ്ട്. നോർത്ത് കേരളയിൽ ഒരെണ്ണം, നോർത്ത് കേരളയിൽ തന്നെ പലതുണ്ട്. കോഴിക്കോട് ഒരെണ്ണം, കണ്ണൂർ ഒരെണ്ണം, കാസർഗോഡ് മറ്റൊന്ന്, തൃശ്ശൂർ വേറെ, എറണാകുളം വേറെ, കോട്ടയം വേറെ, തിരുവനന്തപുരം വേറെ, കൊല്ലം വേറെ ഇല്ലേ. അപ്പോൾ അത്രയും ഡയലക്ട്സ് ഉണ്ടെങ്കിൽ മലയാളി ഈസ് വെരി അക്കോമഡേറ്റീവ് ബേസിക്കലി. നമ്മുടെ ഭാഷ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പുതിയ വാക്കുകൾ വരുന്നു. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലിറിക്സ് റൈറ്റേഴ്സ് ഒക്കെ കിടുവാണ്ട്, ഒരു രക്ഷയില്ല. കാരണം വാട്ട് ദ റൈറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വേൾഡ്. കാരണം നമ്മൾ ഒരിക്കലും ഏറ്റവും സിമ്പിൾ എന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പാട്ടിൽ ഫീച്ചർ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ മോസ്റ്റ് കോമൺ ആണ്. അപ്പൊ അത്തരം ഒരു റിലാക്സേഷനും അക്കോമഡേറ്റീവ് ആയിട്ടുള്ളൊരു ഭാഷയാണ് മലയാളം. ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും ആളുകൾ അങ്ങനെ ഈ ഗേറ്റ് കീപ്പിംഗ് ഇച്ചിരി കുറവാണ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഭാഷയുടെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നം പീപ്പിൾ ക്യാൻ അഡാപ്റ്റ് ഇൻ ദെയർ ഓൺ വേ എന്ന് എനിക്ക് തോന്നുന്നു.
ഇനി അങ്ങോട്ട് നമുക്ക് രാഹുൽ രാജിന്റെ ഒരു കംബാക്ക്, ഒരു റീ എൻട്രി കാണാൻ പറ്റും. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പോയി, ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സി വാട്ട് ഐ സെഡ് ഇസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൂവീസ്. നമ്മുടെ സിനിമ മെയിൻ സ്ട്രീം പ്രേക്ഷകന്റെ അടുത്തേക്ക് എത്ര രീതിയിൽ എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതിലെ ബാക്കി എല്ലാ അതിലെ കൊറിയോഗ്രാഫറിന്റെ വർക്കാണെങ്കിലും അല്ലെ, സംഗീത സംവിധായകന്റെ വർക്കാണെങ്കിലും ആർട്ട് ഡയറക്ടറിന്റെ വർക്കാണെങ്കിലും അത്രയും ആളുകളുടെ വർക്ക് അവിടെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ആ സിനിമ അത്രയും ആളുകളിലേക്ക് കയറി ചെയ്തുകൊണ്ട് അതിന്റെ ആർട്ട് ഡയറക്ടറുടെ വർക്കൊക്കെ ഇത്രയും സെലിബ്രേറ്റഡ് ആയത് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സിനിമ. ആ സിനിമ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഓൾ മ്യൂസീഷ്യൻസ് ഡ്രീം അബൌട്ട് ഫിലിംസ് ദാറ്റ് മാറ്റർ ടു ദ ഓഡിയൻസ്, കോമൺ ഓഡിയൻസ്. വേർ ഒരാളൊരു ഓഫീസിൽ വരുന്നു, രാവിലെ വരുന്നു, എടാ ഈ സിനിമ കണ്ടില്ലേ, അയ്യോ ഞാൻ ഇന്നും പോയി, ഞാനും മിഞ്ഞാന്ന് പോയി എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ആ ഒരു അവസ്ഥ ഇപ്പൊ ചൊട്ടമേ റിലീസിലുണ്ട്. ലൈക് പീപ്പിൾ ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ലൈക്ക് നീ പോയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ, ലൈക്ക് യു ആർ ഗോയിങ് ടു മിസ് ഔട്ട് ഓൺ സംതിങ് എന്നുള്ളൊരു സാധനം. ലൈഫ് ടൈം സെലിബ്രേഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ വേറെ എന്താണ് കാണുക, ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു കാര്യം. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അത് അങ്ങനെയുള്ള സിനിമകള് സംഭവിച്ചാലേ ഈ പറഞ്ഞാല് എല്ലാം അങ്ങനെ സംഭവിക്കില്ല. ഓഫ് കോഴ്സ് അത് വല്ലപ്പോഴും നടക്കുന്നൊരു പ്രഹേളികയാണ് അത്തരത്തിലുള്ള സിനിമ. എന്നാൽ പോലും ആളുകളിലേക്ക് എത്തുന്ന സിനിമകൾ ലൈക്ക് വേർ പീപ്പിൾ ലിസൺ ടു ഇറ്റ് ആൻഡ് ഓക്കെ ആൻഡ് ഓൾസോ ദ സോങ് വിച്ച് സ്യൂട്ട്സ് ദ മൂവി. ആ സിറ്റുവേഷനിൽ ആ പാട്ട് കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ. അതെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ ശരിക്കും ഒരു, പണ്ട് അങ്ങനെയല്ലല്ലോ പാട്ട് എന്ന് പറഞ്ഞ സ്റ്റാൻഡ് അലോൺ, ഞാൻ സിനിമാ സംഗീതത്തിന്റെ കാര്യമുണ്ട്, സ്റ്റാൻഡ് അലോൺ എക്സിസ്റ്റൻസ് അതിനുണ്ടായിരുന്നു. അപ്പൊ സിനിമ ഒരിക്കലും നമ്മൾ അറിയണ പോലും, പക്ഷെ നമുക്ക് പാട്ടുകളൊക്കെ അറിയാം. പണ്ടത്തെ പാട്ടുകൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിലൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. സിനിമകളുടെ പേര് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. ബട്ട് വി നോ ദ സോങ്സ്. അതാണ് നമുക്കൊരു പാട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് ആഗ്രഹം. ഏതാണ് ആഗ്രഹം? ഏത് പാട്ടാണ്? ഏത് പാട്ട് പറഞ്ഞാലും പാടിത്തരൂ. നോക്കാം, ട്രൈ ചെയ്യാം. പുലരുമോ? പുലരുമോ രാവൊഴിയുമോ ഹരിതലതാവനിയിൽ, പുലരുമോ രാവൊഴിയുമോ ഹരിതലതാവനിയിൽ, ഒരു കനലെരിയുന്നതോ ഹിമകണമലിയുന്നതോ അകമേ കിനിയുമീറൻ തുഷാരം ഉറവായി പടരുകയായി ഇതാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ്. ആണോ? ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ ഒരു സോങ് ഉണ്ടായിട്ടില്ല. എന്തൊക്കെയോ ഒരു മാജിക് ആണ് ആ ഒരു സോങ്ങില്. അപ്പോ സംഭവിച്ചു. രാഹുൽ രാജ്, നിങ്ങളെ വീണ്ടും പ്രേക്ഷകർ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്കൾ ഇനിയും നല്ല ഒരുപാട് പാട്ടുകൾ ചെയ്യണം. മലയാള സിനിമയ്ക്ക് താങ്കളെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് തമാശകൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.